അയ്യോ, അപ്പൊ ഈ പാതിരാത്രി വീഡിയോ ചെയ്യുന്ന മറ്റൊന്നും കൊണ്ടല്ല, ഒരു മോശം എക്സ്പീരിയൻസ് നിങ്ങളുടെ പങ്കുവയ്ക്കാനാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇപ്പൊ മണി ഏകദേശം 11 മണിയായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പോക്കറ്റ് മണിക്കായിട്ട് ഞാൻ സാധാരണ സ്വിഗ്ഗി, സൊമാറ്റോ, ഊബർ എല്ലാം ഡെലിവറിയുടെ എല്ലാ സംഭവങ്ങളും ഓടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഊബറിലും റാപ്പിഡോയിലൊക്കെ ടാക്സി പെർമിറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഊബറിൽ ടാക്സിയുടെ ഞാൻ ഒഴിവാക്കും, അത് ഞാൻ എടുക്കത്തില്ല. അതിന് പകരം പാക്കേജ് അതെല്ലാമാണ് എടുക്കുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മുടെ സ്വിഗ്ഗി ഉടായിപ്പായിട്ട് വന്നിരിക്കുകയാണ്. സ്വിഗ്ഗി ഇത്രയും നാൾ ഒരു 7 മണി തൊട്ട് 11 മണിയുടെ സർജ് 10 രൂപ സർജ് പറഞ്ഞാൽ അവരത് 4-3 മണിക്കൂറത്തേക്ക് വെച്ചേക്കും. ഇപ്പോഴാണെങ്കിൽ 1-1.5 മണിക്കൂറാകുമ്പോൾ അത് പോയി. ആ 1-1.5 മണിക്കൂർ മാത്രമേ അവരത് കൊടുക്കൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നല്ല ലാഭമാണ്, ഊബറിന്റെ പാക്കേജും അത്. പക്ഷെ വളരെ മോശമായ ഒരു അനുഭവമാണ് ഇന്ന് ഉണ്ടായത്. സ്വിഗ്ഗിയുടെ ഉടായ്പ കാരണമാണ് ഇതൊക്കെ എടുത്ത് ഓടുന്നത്. അപ്പോൾ ഇതെടുത്ത് നിലാവെന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞാൻ അവരുടെ ഫുഡിനെ വേറെ ഒന്നിനും അല്ല കുറ്റം പറയുന്നത്. എനിക്കുണ്ടായ ഒരു മോശം അനുഭവം, ചിലപ്പോൾ എനിക്ക് മാത്രമേ ഉണ്ടായി കാണുള്ളൂ. ആ ഒരു മോശം അനുഭവമാണ് പറയുന്നത്, അല്ലാതെ ഞാൻ അവരെ നെഗറ്റീവ് അടിക്കുന്നതല്ല. ഇത് പ്രതികരിക്കണമെന്ന് തോന്നി, കാരണം എനിക്ക് ഉണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ്. വേറെ ആർക്കും ഉണ്ടായി കാണില്ല. അവരെ ആ പെരുമാറ്റമൊന്നും ഞാൻ മോശം പറയുന്നില്ല. പക്ഷേ ഈ മഴയത്ത് ഇത്രയും കിടന്ന് ഓടി ഒരു ഓർഡർ കിട്ടി ഊബറിൽ. 45 to 65 ആദ്യം കാണിച്ചത്. കാരണം അവിടെ ചെന്ന് സാധനം എടുത്ത് അവർക്ക് അപ്പം തന്നെ ഡെലിവറി ചെയ്താൽ ഇതിനകത്തുള്ളൊരു എമൗണ്ട് കിട്ടും. അത്ര ദൂരമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഈ മഴയത്ത് ഇവിടെ നിന്ന് റെയിൻകോട്ടൊക്കെ ഇട്ട് ഓർഡർ അടിച്ചപ്പോൾ നേരെ അവിടെ ചെന്ന് അവർ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഒരു 5-10 മിനിറ്റിനകത്ത് തന്നെ എടുത്തുകൊണ്ട് വന്നു. അവർ വേറെ കയ്യാളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവിടെ ഇരുന്ന ഓണറാണെന്ന് തോന്നുന്നു, അവർ തന്നെ എടുത്തുകൊണ്ട് വന്നു. വേറെ ഒന്നും പറഞ്ഞില്ല. പോർട്ടറാണോ, ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് ഓർഡർ വരുന്നതല്ലേ, പോർട്ടറാണോ ഊബർ ആണോ എന്നുള്ള കാര്യം തിരക്കി. അപ്പം ഞാൻ ഊബർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 3 സാധനം എടുത്തുകൊണ്ട് വന്നു. അതാണെന്നൊക്കെ പറഞ്ഞ് 3 സാധനം എടുത്തുകൊണ്ട് വന്നു. എനിക്ക് തന്ന ലൊക്കേഷൻ, ഡ്രോപ്പ് ലൊക്കേഷൻ, ഞാൻ അങ്ങോട്ട് ചെന്നു. അതൊരു ഹോസ്റ്റലാണ്, ലേഡീസ് ഹോസ്റ്റലും കൂടി ആയതുകൊണ്ട് ചില റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട്. എനിക്ക് ആരും ഇല്ലെങ്കിൽ പോലും എനിക്ക് അതിക്രമിച്ച് കയറിയ നാളെ വേറൊരു പേരിലായിരിക്കും വരുന്നത് അതൊക്കെ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കസ്റ്റമറിനെ കോള് വിളിച്ചു, എടുക്കുന്നില്ല. ഒരു അരമണിക്കൂറോളം മഴയത്ത് അവിടെ വെയിറ്റ് ചെയ്തു, എന്നിട്ടും എടുക്കുന്നില്ല. ലാസ്റ്റ് അകത്ത് ഒരു ഗേറ്റിന്റെ ഫ്രണ്ടിൽ കുറെ ബെല്ലുണ്ടായിരുന്നു, അത് ബെല്ലടിച്ചു നോക്കി, എന്നിട്ട് ആരും വരുന്നില്ല. കസ്റ്റമറിനെയും വിളിച്ചു, ആ റെസ്റ്റോറൻറ്റിലെ ആള് ബുക്ക് ചെയ്ത് നാളെയും വിളിച്ചു, മാറി മാറി വിളിച്ചു. അവരെ ഒരുപാട് പ്രാവശ്യം കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ ആരും ഫോൺ എടുക്കുന്നില്ല. ഈ ബുക്ക് ചെയ്തിട്ടും ഇതൊക്കെ ചെയ്തിട്ട് ഫോൺ എടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഈ ഡെലിവറി കൊടുക്കാനുള്ള ആള് അവര് ഇല്ല, വിളിച്ചിട്ട് എടുക്കുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഈ സാധനം എൻ്റെ ഇരിക്കുന്ന പാക്കേജ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇവരെ വിളിച്ചിട്ട് ഇവർ ഫോൺ എടുക്കുന്നില്ല. ഇത്രയും നേരമായിട്ട് ഡെലിവറി ചെയ്തില്ലെങ്കിൽ ഇവർക്കൊന്നും ഇങ്ങോട്ട് വിളിക്കുക, ഒന്നും ഒരു റെസ്പോൺസും ഇല്ല. അങ്ങനെ ഒരുപാട് നേരമാണ് ഞാൻ അവിടെ ചിലവഴിച്ചു. അത്രയും വെയിറ്റിംഗ് ടൈം കയറുകയും ചെയ്ത്. ഊബർ എന്ന് വെച്ചാൽ ഒരു കോണച്ച ആപ്പ്. ഇതിൽ നമ്മുടെ സ്വിഗ്ഗിയിലൊക്കെ ആണെങ്കിൽ കസ്റ്റമർ കെയറിനെ വിളിച്ച് അപ്പോഴേ തന്നെ ഉള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും. അവർ ചെന്ന് ഇത് ചെയ്യുന്നു. ഇതിൽ നമുക്ക് കസ്റ്റമർ കെയറിനെ അതിൽ നിന്ന് നമ്മൾ ഒരു ഓർഡർ ലൈവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു കസ്റ്റമർ കെയറിനെ വിളിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അതെടുക്കുമ്പോൾ ഇതിൽ എന്തൊരു കഞ്ചാവാണോ, അങ്ങനെയാണെങ്കിൽ മാറ്റിക്കോ, ഇറ്റ്സ് എന്തൊക്കെയോ ഒരു ഓപ്ഷനൊക്കെ അതേഴ്സൊക്കെ കൊടുക്കുമ്പോൾ അവർ വരുന്നത് കഞ്ചാവെന്ന് ഉദ്ദേശിച്ച് ഇല്ലീഗൽ ഐറ്റം ആണോ അല്ലേ എന്നൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സ്ഥലം കിട്ടിയില്ലേ, നമ്മൾ പോയ സ്ഥലം എത്തിയില്ലേ, ലൊക്കേഷൻ റോങ് ആണോ, അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉള്ളൂ. അത് എല്ലാ ഓപ്ഷനിലും തൊടുമ്പോൾ പറയുന്നത് ക്യാൻസൽ ട്രിപ്പ് അല്ലെങ്കിൽ കോണ്ടാക്ട് കസ്റ്റമർ. ഈ കസ്റ്റമറിനെ, ഈ ബുക്ക് ചെയ്ത ആളെ ഇവരെ മാത്രമേ വിളിക്കാനുള്ള ഓപ്ഷനുള്ളൂ. ഇവരെ വിളിച്ചിട്ടാണ് കോൾ എടുക്കാത്തത്. അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ചാറ്റ് സപ്പോർട്ടിന്റെ അടുത്തൊക്കെ ചോദിച്ചപ്പം അവരെ തന്നെ വിളിക്കാൻ പറഞ്ഞു. ഇവനൊക്കെ പ്രാന്താണ്, ഇത് ആരുടെ ഇതൊക്കെ, അത് വിട്. അങ്ങനെ ലാസ്റ്റ് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ക്യാൻസൽ ചെയ്തിട്ട് നല്ല ഡിലേ ഉണ്ടായിരുന്നു. അത്രയും നേരം അവിടെ നിന്ന്. എന്നിട്ട് എനിക്ക് വേറൊരു ഓർഡർ കിട്ടി, പോർട്ടലിൽ ഒരു ഓർഡർ കിട്ടി. അതും കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഈ സാധനം കൊണ്ട് അവിടെ കൊടുത്തു. സാധനം കൊണ്ട് റെസ്റ്റോറൻറ്റിൽ തന്നെ ഏൽപ്പിച്ചു. എനിക്ക് വേണമെങ്കിൽ മുക്കാമായിരുന്നു, പക്ഷേ വേണ്ട. കസ്റ്റമർ കെയറിനെ ഈ നമ്പറിലോട്ട് വിളിച്ച് 24 മണിക്കൂർ കിട്ടും എന്നുള്ള ഒരു സംഭവമുണ്ട്. അതിൽ വിളിച്ച് നോക്കിയപ്പോഴും അവർ പറഞ്ഞ ചെക്ക് ചെയ്യട്ടെ സാറിൻ്റെ കയ്യിൽ ഇരിക്കുന്ന പാക്കേജ് അവരെ കൊണ്ട് കൊടുക്കണം, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു മര്യാദയ്ക്ക് കൊണ്ട് കൊടുത്ത സമയത്ത് അവിടെ 2 പോർട്ടറേപ്പോഴത്തേക്കും എത്തി. അപ്പോൾ അവർക്കാണ് ആ ഓർഡർ പിന്നെയും ഉണ്ടാക്കി കൊടുത്തതെന്നാണ് തോന്നുന്നത്. അതെന്തോ അത് അവരുടെ കാര്യം. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഓണറായിട്ട് സംസാരിച്ചു. ഓണർ പറഞ്ഞത് നിങ്ങൾക്ക് മാറിപ്പോയതെന്ന് പറയുമ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടിയ ഓർഡർ ഇന്ന സ്ഥലത്തോട്ട് അത് പാക്കേജ് പോലും കൈമാറിയില്ല. പക്ഷേ
അവിടെ നിന്ന് അടിച്ച ആ ഒരു ഓർഡർ റെസ്റ്റോറൻറ്റിൽ നിന്നും ഈ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത് എങ്ങനെ മാറാനാണ്? പാക്കേജ് മാറിപ്പോയെങ്കിൽ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ മാറുമെന്ന് പറയാം. പക്ഷേ ഈ ഒരു അഡ്രസ്സ് എങ്ങനെയാണ് മാറുന്നത്? മാറിപ്പോയതാണ്. അപ്പം നിങ്ങൾക്ക് ഉള്ള ആ ഒരു 113 രൂപ വെയിറ്റിംഗ് ചാർജ് അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിച്ച് 113 രൂപ, അതും ഇവർക്കുമായിട്ട് ഒരു ബന്ധമില്ലെന്നാണ്, നമുക്കും അവർക്കുമായിട്ട് ഒരു ബന്ധമില്ലെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അവിടെ നിന്നൊന്നും പറയാതെ ഇറങ്ങി. കാരണം കസ്റ്റമർ ഊബറിൻ്റെ ആപ്പിൽ ക്യാൻസൽ ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ഓക്കെ ശരി, ബന്ധമില്ലെങ്കിൽ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. ഫോണിലാണ് സംസാരിച്ചത്. അവിടെ ക്ലോസ് ചെയ്യാനൊക്കെ സമയമായെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ഒന്നുകൂടി കസ്റ്റമർ കെയറിൽ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഊബറിൻ്റെ ആപ്പ് വഴി ഒരു ഡിഡക്ഷനും ഇല്ലെന്ന്. അതിൽ നമ്മൾ ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് ഡിഡക്ഷൻ. പിന്നെ എന്തൊരു മൂഞ്ചാനാണ് അവന്മാർ ഈ ആപ്പ് എടുത്ത് വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ഈ മഴയൊക്കെ കൊണ്ടതുകൊണ്ട് 100 പോട്ടെ, കുഴപ്പമില്ല, അത് വേണമെങ്കിൽ പോകുന്ന ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് പിന്നെ അതിന് വലിയ പെട്രോളിൻ്റെ ചിലവില്ലെന്ന് പറയാം. പക്ഷേ എൻ്റെ സമയം, മഴ നനഞ്ഞ എൻ്റെ സമയം അത് തിരിച്ചു പിടിക്കും. അതിപ്പോൾ എങ്ങനെയായാലും എനിക്ക് ആ ഒരു സമയം ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഇത് പോർട്ടറായാലും ഓർഡർ എടുക്കാമായിരുന്നു. 2-3 അടിച്ചതാണ്, 1080-ൻ്റെ 100-ൻ്റെയൊക്കെ അടിച്ചതാണ്. 150 രൂപയ്ക്കെങ്കിലും ഓടാമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് പാഴാക്കിയ സമയം അതെല്ലാം ഓർക്കുമ്പം അവിടെ ചെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ 113 നമ്മളായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊരു എന്തോ ഒരു ഇതുപോലെ തോന്നി. കാര്യം നമ്മൾ ഇവിടെ ഇരുന്ന് ഈ പോസ്റ്റൊക്കെ ഇട്ട് ഓരോരുത്തന്മാർ വന്ന് ചൊറിഞ്ഞ കമൻ്റൊക്കെ ഇടുന്ന് അങ്ങനെയൊക്കെ കുറേ ഡോളറുകൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിലൊന്നും അതെങ്ങനെ വേണോ ചിലവാക്കാം, കുഴപ്പമില്ല. നമ്മൾ ദേഹാനങ്ങുന്നില്ല. നമ്മൾ സാധാരണ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സംഭവം തന്നെയല്ല, അങ്ങനെ അതൊന്നും ഫീൽ ആവില്ല. പക്ഷേ ഈ ഒരു മഴയത്ത് നനഞ്ഞ് ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ അതിന് 100 രൂപയിൽ അത് പോകുമ്പോൾ ഒരു വിഷമമുണ്ട്. അപ്പോൾ ഇത് പറയണമെന്ന് തോന്നി. അവരുടെ ഫുഡിൻ്റെ ക്വാളിറ്റിയെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ എനിക്കുണ്ടായ മോശം അനുഭവമാണ് ഞാൻ തുറന്നു പറഞ്ഞത്. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. അവിടെ നിന്ന് വേറെ മോശം അനുഭവം ഒന്നും ഉണ്ടായി കാണില്ല. പക്ഷേ എനിക്ക് ഇന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അത് പറയണമെന്ന് തോന്നി, കാരണം എനിക്ക് തിരിച്ചു പിടിക്കണം.